ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിടക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് നിധിയോട് ചോദിക്കുന്നു, കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണോ? വീട്ടുകാർ നിർബന്ധിക്കുകയാണല്ലേ എന്ന് ആര് പറഞ്ഞു എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ. നിധി ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുകയാണ്, അത് ശരി, അപ്പൊ ഇഷ്ടമില്ലാത്ത വിവാഹമാണ്, അത് ഉറപ്പായി. പിന്നീട് കാണിക്കുന്നത് സാധനങ്ങളും വാങ്ങിച്ച് വീട്ടിലേക്ക് വരികയാണ് സുഭാഷ്. മുറ്റത്ത് നിൽക്കുന്ന ഭാസ്കരനോട് സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ കഴിച്ചു എന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുഭാഷ് പറയുന്നു, ഞാൻ നികേഷിന്റെ കൂടെ അവന്റെ കോളേജിലേക്ക് ഒന്ന് പോകുക. ഇത്തവണത്തെ PTA മീറ്റിംഗിന് ചെന്നേ പറ്റൂന്ന്. പിന്നെ ഉച്ചയ്ക്കുള്ള ചോറും കറിയും അകത്തുണ്ട്, എടുത്തു കഴിഞ്ഞാൽ ചോറും കറിയും ഒന്ന് അടച്ചു വെച്ചേക്കണം. പിന്നെ പുറത്ത് പോവാണെങ്കിൽ വാതിൽ അടച്ചിട്ട് പോയേക്കണം. ഇന്നലെ ഞാൻ വരുമ്പോൾ തുറന്നു മലർന്നു കിടക്കുകയായിരുന്നു. ഭാസ്കരൻ പറയുന്നു, ആണുങ്ങൾ മാത്രമുള്ള ശബരിമലയാണല്ലോ ഈ വീട്. കട്ടളപ്പടി മുഴുവൻ സ്വർണ്ണ പാളി കൊണ്ട് പൊതുങ്ങി വെച്ചിരിക്കുകയല്ലേ. വരുന്നവർക്ക് ഒന്നോ രണ്ടോ വലുതും എടുത്ത് ഈസി ആയിട്ട് പോകാമല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോവുകയാണ്. ബ്രഷ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നികേഷ് പറയുന്നു, ഇങ്ങനെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ പകുതി പ്രശ്നം തീരും. സുഭാഷേട്ടൻ ഒറ്റ ഒരാൾ കാരണമാണ്. സംസാരം കേട്ടാ തോന്നും ഈ വീടിന് വേണ്ടി മൊത്തം ഉണ്ടാക്കിയത് അങ്ങേരാണെന്ന്. സുഭാഷ് പറയുന്നു, എടാ അച്ഛനെ പറ്റി അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. നികേഷ് ചോദിക്കുന്നു, അല്ല ചേട്ടൻ ഒരുങ്ങുന്നില്ലേ, കോളേജിൽ പോകണ്ടേ? സുഭാഷ് പറയുന്നു, ആദ്യം നീ പോയി പല്ല് തേക്ക്. കവറിലേക്ക് നോക്കിയിട്ട് നികേഷ് ചോദിക്കുന്നു, ഇതെന്താ ചോക്ലേറ്റോ? സുഭാഷ് പറയുകയാണ്, ആദ്യം പോയി പല്ല് തേച്ച് കുളിച്ചിട്ട് വാ. എനിക്കാണെങ്കിൽ ഈ മുണ്ട് മാത്രം മാറിയാ മതി, ചെല്ല പോടാ. ഇത് കേട്ട് നികേഷ് അവിടെ പോകുമ്പോൾ അടുക്കളയിലേക്ക് വന്ന പച്ചക്കറികളൊക്കെ എടുത്തു വെക്കുകയാണ് സുഭാഷ്. ഈ സമയം അടുക്കള വാതിലിലൂടെ പതിയെ സുഭാഷിന്റെ പിന്നിലേക്ക് വന്ന് ശബ്ദം ഉണ്ടാക്കി പേടിപ്പിക്കുകയാണ് സുനന്ദ. ഞെട്ടി തിരിഞ്ഞു നോക്കി സുഭാഷ് ചോദിക്കുന്നു, നീ ആയിരുന്നു? സുനന്ദ പറയുന്നു, കടയിൽ നിന്ന് വരുവാണോ? വീട്ടിൽ ആരും ഇല്ലാന്ന് തോന്നുന്നല്ലോ, കഴിച്ചോ? സുഭാഷ് പറയുകയാണ്, ഞാൻ കഴിച്ചു, നീ കഴിച്ചോ? പൊട്ടും വയറുവെന്ന് സുനന്ദ പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, അല്ല നിനക്കിന്ന് കോളേജില്ലേ? പോയില്ലെന്ന് സുനന്ദ പറയുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, അതെന്താ മടിയാണോ? സുനന്ദ പറയുന്നു, ഏയ് ഒരലസത. സുഭാഷ് പറയുകയാണ്, പഠിക്കാൻ താല്പര്യമില്ലെങ്കിലേ പെട്ടെന്ന് കെട്ടിച്ചു വിടാൻ ഞാൻ അമ്മായിയോട് പറഞ്ഞേക്കാം. സുനന്ദ പറയുന്നു, അതിനുള്ള വെള്ളം കോരാനാ ഞാൻ എന്നും ഇങ്ങോട്ട് വരുന്നത്. എന്താന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുനന്ദ പറയുകയാണ്, ഒന്നുമില്ല. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് കേട്ടുകൊണ്ട് എവിടേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, എന്താണാവും? ഒന്നുമില്ലെന്ന് സുനന്ദ പറയുമ്പോൾ നികേഷ് പറയുകയാണ്, എന്നാ പോകാൻ നോക്ക്, അല്ലെങ്കിലേ അമ്മ ഇങ്ങെത്തും. സുനന്ദ അവിടെ നിന്ന് പോകാനായി തുടങ്ങുകയാണ്. എടി എന്ന് വിളിച്ച് സുനന്ദയുടെ കയ്യിലേക്ക് ഒരു ചോക്ലേറ്റ് എടുത്തു കൊടുക്കുകയാണ് സുഭാഷ്. സന്തോഷത്തോടു കൂടി അത് വാങ്ങി സുനന്ദ ചോദിക്കുന്നു, ചോക്ലേറ്റാ? സുനന്ദയുടെ കയ്യിൽ നിന്നും ചോക്ലേറ്റ് വാങ്ങി നികേഷ് പറയുകയാണ്, അതെ, ഇത് എനിക്കുള്ളതാ, ഇതിൽ പങ്കുപറ്റാൻ വരണ്ട, പോകാൻ നോക്ക്. സുഭാഷ് എടാന്ന് വിളിക്കുമ്പോൾ വിഷമത്തോടു കൂടി പോടാന്ന് പറഞ്ഞ് സുനന്ദ അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് എടീന്ന് വിളിക്കുന്നുവെങ്കിലും സുനന്ദ തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, നിനക്ക് എന്താടാ? നികേഷ് പറയുകയാണ്, സുനന്ദേച്ചിക്ക് ദിവസം തോറും സുഭാഷ് ഏട്ടനോടുള്ള ഇഷ്ടം കൂടി വരികയാണ് കേട്ടോ, അത് മനസ്സിലാകുന്നുണ്ടോ? സുഭാഷ് പറയുന്നു, എടാ കുട്ടികളുടെ കാര്യം നോക്കിയാൽ മാത്രം മതി, എനിക്ക് അവളും നീയും തമ്മില് ഒരു വ്യത്യാസവും ഇല്ല, വേഗം പോയി റെഡിയാക്കാൻ നോക്ക് പോ. അങ്ങനെ നികേഷിന്റെ ചെവിക്ക് പിടിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് സുഭാഷ്. പിന്നീട് കാണിക്കുന്നത് ബാൽക്കണിയിലേക്ക് വന്ന അരുൺ സുധീഷിനോട് പറയുന്നു, സുധീഷേ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുക. എല്ലാവരും ഒന്നിച്ചൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, അതെ, സൂര്യക്ക് അവിടെയും വീടുണ്ടല്ലോ, കല്യാണം അവിടെ വെച്ചാ നടത്തുന്നത്. സുധീഷ് ചോദിക്കുന്നു, ഇന്ന് തന്നെ പോകുമല്ലേ? അതേന്ന് അരുൺ പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ശരി സർ. അരുൺ പറയുന്നു, നീ ഒരു കാര്യം ചെയ്യും, സൂര്യയുടെ ലഗേജ് എല്ലാം എടുത്ത് ആ കാറിൽ വെക്ക്, ഞങ്ങളുടേത് ആദിലും. നീ നിന്റെ ശമ്പളം എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ സെറ്റിൽ ചെയ്തേക്കാം. തുടർന്ന് താഴേക്ക് ഇറങ്ങി വന്ന രാജീവ് ചോദിക്കുന്നു, സൂര്യ ഇന്ന് മടങ്ങുന്നില്ലേ? സൂര്യ പറയുന്നു, ഓ അങ്കിൾ, മമ്മിക്ക് ഇവിടെ കുറച്ച് റിലേറ്റീവ്സിനെ കണ്ട് കല്യാണക്കാരെയൊക്കെ സംസാരിക്കാനുണ്ട്, അത് കഴിഞ്ഞ ഞാനും മമ്മിയും കൂടി രാത്രി തന്നെ അവിടെ വീട്ടിലെത്തും. ഈ സമയം സുധീഷ് അവിടേക്ക് വരികയാണ്. രാജീവ് പറയുന്നു, സുധീഷ്, മുകളിലെ നിധിയുടെ മുറിയിൽ 2-3 പെട്ടികൾ കൂടിയുണ്ട്, അതും കൂടി എടുത്തു. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി മുകളിലേക്ക് പോവുകയാണ് സുധീഷ്. സൂര്യയും രാജീവും കൂടി സംസാരിച്ചിരിക്കുന്നു. പെട്ടിയിലേക്ക് തന്റെ ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുകയാണ് നിധി. വാതിലിന്റെ അരികിലേക്ക് സുധീഷ് വിചരിച്ച് നിധിയൊന്ന് നോക്കിയിട്ട് വാതിൽ തട്ടി മാഡം എന്ന് വിളിക്കുകയാണ്. നിധി എന്താന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, അല്ല സാറ് ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിൽ വെക്കാൻ പറഞ്ഞു. ഇത് കേട്ട് നിധി മൂളുമ്പോൾ സുധീഷ് അകത്തേക്ക് കയറി വരികയാണ്. പെട്ടി അടയ്ക്കാനാകാതെ നിധി ബുദ്ധിമുട്ടുമ്പോൾ സുധി പറയുന്നു, ഒരു മിനിറ്റ് ഞാൻ അടയ്ക്കാം. അങ്ങനെ പെട്ടി അടയ്ക്കുന്ന സുധീഷ് ചോദിക്കുകയാണ്, തിരിച്ചു പോവാണല്ലേ, ഇനിയപ്പോ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? ഇത് കേട്ട് കണ്ണു തള്ളി നിധി ചോദിക്കുന്നു, നിങ്ങളെന്തിനാ എന്നെ കാണുന്നത്? സുധീഷ് പറയുന്നു, അല്ല 2 ദിവസം ആയുള്ളെങ്കിലും എല്ലാവരുമായി ഒരു കുടുംബം പോലെ നിന്നിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒരുമാതിരി, അതാ മേഡം ഞാൻ ഈ ലഗേജ് കൊണ്ടുവയ്ക്കുക. അങ്ങനെ പെട്ടിയുമായി അവിടെ നിന്ന് പോകുന്ന സുധീഷ് ഇടയ്ക്കിടയ്ക്ക് നിധിയെ തിരിഞ്ഞു നോക്കുകയാണ്. നിധി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് കാറിന്റെ അരികിലേക്ക് വന്ന സുധീഷിനോട് അരുൺ ചോദിക്കുന്നു, സുധീഷ്, നിനക്ക് ഞങ്ങളെ അവിടെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് ബസ്സിൽ വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? സുധീഷ് പറയുന്നു, ഏയ് പിന്നെന്താ, ഞാൻ വരാലോ. ശരി എന്ന് പറഞ്ഞ അരുൺ അവിടെ നിന്ന് പോവുകയാണ്. സന്തോഷത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, അത്ര പെട്ടെന്നൊന്നും ഭഗവാൻ എന്നെ കൈവിടില്ല മോളെ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് ഒരു പാൽ പായസം ഉറപ്പ്, അത്രയും ദൂരം എനിക്ക് കൂടെ വരാലോ, അത് മതി. അവിടേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു, സുധീഷ്, നിനക്ക് ഇവിടുന്ന് കുറച്ചു ദിവസം മാറി നിൽക്കുന്നതിന് പ്രശ്നം വല്ലതുമുണ്ടോ? അല്ല, ഈ കല്യാണം കഴിയുന്നത് വരെ അത്യാവശ്യം ഓട്ടത്തിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിനക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റും, ട്രാവൽസിലെ പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ? സുധീഷ് പറയുന്നു, അയ്യോ ഇല്ല സർ, ഒരു പ്രശ്നമില്ല, ഞാൻ വന്നോളാം. രാജീവ് പറയുന്നു,
പറയുന്നു എന്നാ പിന്നെ പെട്ടെന്ന് വീട്ടിൽ ചെന്ന് ഡ്രസ് എടുത്തിട്ട് വാ, വേഗം വേണം. ദേ ഒരു 10 മിനിറ്റ് എന്ന് സുധീഷ് പറയുമ്പോൾ രാജീവ് സന്തോഷത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ്. വിശ്വസിക്കാനാകാതെ സുധീഷ് പറയുന്നു, എന്റെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണ ഗോപിക വല്ലഭ, നേരിട്ട് വന്നൊരു പാൽപായസം കൂടി ഞാൻ തരുന്നുണ്ട്. എന്റെ കേശവ, സ്വപ്നമാണോ? അങ്ങനെ കയ്യിൽ നുള്ളി നോക്കി സുധീഷ് പറയുകയാണ്, റിയാലിറ്റി. സുധീഷ് ഓട്ടോയിൽ വീട്ടിലേക്ക് വരികയാണ്. ഡ്രൈവറോട് സുധീഷ് പറയുന്നു, ചേട്ടാ 3 മിനിറ്റ്. ഡ്രൈവർ പറയുന്നു, 3 മിനിറ്റ് എന്ന് പറയുന്നത് 30 മിനിറ്റ് ആയി പോകരുത്. അകത്തേക്ക് കയറി വന്ന സുധീഷ് ബാഗ് എടുത്ത് തന്റെ ഡ്രസ്സുകളെല്ലാം അതിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഓട്ടോ ഡ്രൈവർ ഹോൺ അടിക്കുമ്പോൾ സുധീഷ് പറയുന്നു, ദാ വരുന്നു. തുടർന്ന് ഓട്ടോയിലേക്ക് കയറി സുധീഷ് പറയുന്നു, പോവാൻ ചേട്ടാ വിട്ടോ. പിന്നീട് കാണിക്കുന്നത് കാർ ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് പിന്നിലിരിക്കുന്ന നിധിയെ ശ്രദ്ധിക്കുകയാണ്. ഉറക്കം ഉണർന്ന രാജീവ് ചോദിക്കുന്നു, തിരുവല്ലം കഴിഞ്ഞോ സുധീഷ്? സുധീഷ് പറയുന്നു, ഇപ്പൊ എത്തും സർ. രാജീവ് പറയുന്നു, തിരുവല്ലത്ത് ഒരു ഗണപതി ചെട്ടിയാരുടെ ബേക്കറി ഉണ്ട്, അവിടെ ഒന്ന് നിർത്തണം. അവിടുത്തെ മുറുക്ക് നിധിക്ക് വലിയ ഇഷ്ടോ? അല്ല നിധി, എനിക്ക് വേണ്ടെന്ന് നിധി പറയുമ്പോൾ രാജീവ് ചോദിക്കണം, നിനക്കത് വലിയ ഇഷ്ടമല്ലേ? നിധി പറയുന്നു, വേണ്ടെന്ന് പറഞ്ഞില്ലേ? അരുൺ ചോദിക്കുന്നു, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കല്യാണ പെണ്ണിന്റെ മുഖത്തൊരു തെളിച്ചമൊക്കെ വേണ്ടേ? നിധി ചോദിക്കുന്നു, അച്ഛാ എന്തിനാ ഇപ്പം പെട്ടെന്നൊരു രജിസ്ട്രേഷൻ? എന്തായാലും നിങ്ങൾ എല്ലാവരും കൂടി എന്റെ കല്യാണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയല്ലേ, ഇനി ഇതുകൂടി വേണോ? രാജീവ് പറയുന്നു, ഒഫീഷ്യൽ പേപ്പേഴ്സ് ഒക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ പിന്നെ വിസ അപ്ലൈ ചെയ്യാൻ ഈസി ആകില്ലേ മോളെ? നിധി പറയുന്നു, എനിക്കതിന് എങ്ങോട്ടും പോകണ്ട. ചിരിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, അത് നല്ല കാര്യം. കല്യാണം കഴിഞ്ഞ അവന്റെ ഭാര്യയല്ലേ നീ, ഭാര്യയെ കൂടെ കൊണ്ടുപോകരുതെന്ന് പറയാൻ എനിക്ക് എന്താ അധികാരം? നിധി പറയുന്നു, പ്ലീസ് അച്ഛാ, എനിക്ക് രജിസ്റ്റർഡ് മാരേജ് ഒന്നും വേണ്ട, അത് ശരിയാകില്ല. സുധീഷ് മനസ്സിൽ പറയുന്നു, അപ്പൊ നിധിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. നിധി അച്ഛാന്ന് വിളിക്കുമ്പോൾ അരുൺ പറയുകയാണ്, നിധി നീ ഒന്നും മിണ്ടാതിരുന്നേ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം. രാജീവ് പറയുന്നു, ദേ ആ കടയുടെ മുമ്പിൽ വണ്ടി നിർത്തും. ശരി എന്ന് പറഞ്ഞ സുധീഷ് കടയുടെ മുന്നിലേക്ക് വണ്ടി നിർത്തുകയാണ്. രാജീവ് ചോദിക്കുന്നു, അച്ഛൻ പോയിട്ട് മുറുക്ക് വാങ്ങിട്ട് വരാമേ, വേറെ എന്തെങ്കിലും വേണോ? നിധി പിണക്കത്തോടു കൂടി മുഖം തിരിക്കുന്നു. രാജീവും സാന്ദ്രയും അരുണും ബേക്കറിയിലേക്ക് പോവുകയാണ്. നിധി പറയുന്നു, ഞാൻ പറയുന്നതെന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും ഇല്ല, എന്നിട്ട് മുറുക്ക് വാങ്ങി തരാൻ പോകുന്നു. സുധീഷ് പറയുന്നു, പേടിക്കണ്ട കേട്ടോ, നിധിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ രജിസ്റ്റർഡ് മാരേജ് നടക്കാൻ പോകുന്നില്ല പോരെ? നിധി സംശയത്തോടു കൂടി മനസ്സിൽ പറയുന്നു, ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്? സുധീഷ് നിധിയെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, അതെങ്ങനെ? സുധീഷ് പറയുന്നു, എടോ അതൊക്കെയുണ്ട്, ഇയാളിങ്ങനെ ദേഷ്യം കാണിക്കാതെ ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ഇരിക്കും, ബാക്കിയെല്ലാം ശരിയാക്കാം. നിധി മനസ്സിൽ പറയുന്നു, ഇയാൾ എന്ത് ശരിയാക്കാൻ? പിന്നീട് കാണിക്കുന്നത് രാത്രി ഹരീഷിനും നികേഷിനും ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് സുഭാഷ്. പുറത്തിരുന്ന് കഴിക്കുകയാണ് ഭാസ്കരൻ. കള്ളു കുടിച്ചിട്ട് ഭാസ്കരൻ പാട്ട് പാടുമ്പോൾ ഹരീഷ് പറയുകയാണ്, അവിടെ ഭൂമി കറങ്ങാൻ തുടങ്ങി. ഇങ്ങേർക്കിത് എല്ലാ ദിവസവും കള്ളു കുടിക്കാനുള്ള കാശ് എവിടുന്നാണെന്ന് നികേഷ് പറയുന്നു, അതിനില്ലെങ്കിൽ നമ്മുടെ ചേട്ടൻ കൊടുക്കുമല്ലോ. സുഭാഷ് ചോദിക്കുന്നു, ഞാനൊന്നും കൊടുത്തിട്ടില്ല, ദൈവം വെറുതെ പറഞ്ഞതാ. ഹരീഷ് പറയുന്നു, ഇനി ഉണ്ടാക്കിയത് മതി, ചേട്ടൻ കൂടി കഴിക്കൂ. സുഭാഷ് പറയുന്നു, ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കട്ടെ. പാട്ടും പാടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് തലയിൽ വെച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വരികയാണ് ഭാസ്കരൻ. അവിടെ ഇരിക്കുന്ന ചപ്പാത്തിയും കറിയും ഒക്കെ എടുത്ത് തന്റെ പാത്രത്തിലേക്ക് വെക്കുമ്പോൾ നികേഷ് പറയുന്നു, അത് ചേട്ടന് കഴിക്കാനുള്ളതാ. നികേഷിനെ നോക്കി മുട്ട എടുത്ത് കഴിക്കുകയാണ് ഭാസ്കരൻ. പാട്ടും പാടി ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി ഹരീഷ് പറയുന്നു, ഇങ്ങനെ ഞാനിന്ന് തടഞ്ഞുകൊണ്ട് സുഭാഷ് പറയുകയാണ്, എടാ നീ അവിടെ ഇരിക്കും, എനിക്ക് ചപ്പാത്തിയും കറിയൊന്നും വേണ്ട, എനിക്ക് മതി ഏട്ടാന്ന് പറഞ്ഞ് ഹരീഷ് തന്റെ ഭക്ഷണം അവിടെ വെച്ചിട്ട് കൈ കഴുകുകയാണ്. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുധീഷ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സുഭാഷ് ചോദിക്കുന്നു, എടാ നീ ഇത് എവിടെയാ? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാത്തത്? സുധീഷ് പറയുന്നു, അത് ഞാൻ ഓട്ടത്തിലായിരുന്നു. ഓട്ടത്തിലൊന്ന് സുഭാഷ് സുധീഷ് പറയുകയാണ്, അതെ കുറച്ച് ദൂരെയാ, അമരവിളക്കടുത്ത്. സുഭാഷ് ചോദിക്കുന്നു, അമരവിളയോ? അവിടെ എന്താ പരിപാടി? സുധീഷ് പറയുന്നു, ഞാൻ ഡ്രൈവറായി പോയില്ലേ, അവരുടെ ഓട്ടോ ആ കൊച്ചിന്റെ കല്യാണം കഴിയുന്നത് വരെ നിൽക്കേണ്ടി വരും. അപ്പൊ ശരി, കുറച്ച് ദിവസം കഴിഞ്ഞു കാണും, ഏട്ടനെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഏടാന്ന് വിളിച്ച് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് സുഭാഷ്. സുധീഷ് പറയുന്നു, വിശന്നിട്ട് വയ്യ. സുധീഷ് ഏട്ടൻ എവിടെയാണെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, ആ പെങ്കൊച്ചിന്റെ കല്യാണം വരെ അവരുടെ ഓട്ടത്തിലാണ്, കുറച്ചു ദിവസം കഴിഞ്ഞു വരാമെന്ന്. അങ്ങനെ സുഭാഷ് സംശയത്തോടു കൂടി ആലോചിച്ച് നിൽക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഏട്ടൻ എന്താ ആലോചിക്കുന്നത്? സുധീഷ് ഏട്ടന്റെ കാര്യത്തിൽ എന്തോ ഉടായ്പ മണക്കുന്നുണ്ടല്ലേ? സുഭാഷ് സംശയത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിശപ്പ് സഹിക്കാനാകാതെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സുധീഷ്. എനിക്ക് വയ്യ, വിശക്കുന്നു. നിധിയും വീട്ടുകാരും ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഹേമ ചോദിക്കുന്നു, നിധി നീ എന്താ കഴിക്കാത്തത്? രാജീവ് പറയുന്നു, ഭക്ഷണത്തിന് മുമ്പില് ആലോചിച്ചിരിക്കാൻ പാടില്ല മോളെ, കഴിക്കും മോളെ. നിധി പറയുന്നു, അച്ഛാ മനസ്സിന് പിടിക്കാത്തത് ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെ കഴിക്കെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് എന്താ കാര്യം? ഹേമ ചോദിക്കുന്നു, മനസ്സിന് പിടിക്കാത്തതോ? ഇത് നിനക്ക് ഇഷ്ടപ്പെട്ട കറിയല്ലേ? നിധി പറയുന്നു, ഞാൻ പറഞ്ഞത് ഫുഡിന്റെ കാര്യമല്ല, നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടൊന്നുമല്ല, മനസ്സിലാകാത്തതുപോലെ നടിക്കുവോ? രാജീവ് പറയുന്നു, അരുണെ രജിസ്റ്റർ മാരേജിന്റെ കാര്യം വേറെ ആരെയും അറിയിക്കണ്ടല്ലോ അല്ലെ? ഹേമ പറയുകയാണ്, അത് കൃഷ്ണേട്ടൻ നാളെ രാവിലെ വരും, അതുപോലെ കല്യാണത്തിന് എല്ലാവരെയും വിളിക്കുന്നതല്ലേ? ദേഷ്യത്തോടു കൂടി പ്ലേറ്റ് എടുത്തിട്ട് ശബ്ദമുണ്ടാക്കി ടേബിളിലേക്ക് വെക്കുകയാണ് നിധി. രാജീവ് ചോദിക്കുന്നു, എന്താടാ? നിധി ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഞാൻ കല്യാണമേ ഇഷ്ടമല്ലാന്ന് പറയുന്നു, നിങ്ങൾ രജിസ്റ്റർഡ് മാരേജിന് ആളെ കൂട്ടാൻ നടക്കുന്നു. അരുൺ പറയുന്നു, നിന്റെ ഇഷ്ടക്കേടൊക്കെ കുറച്ചു ദിവസം കഴിയുമ്പോൾ ടപ്പേന്ന് അങ്ങോട്ട് മാറിക്കോളും, വെറുതെ ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് ബഹളം വെക്കല്ലേ? രാജീവ് പറയുന്നു, അതെ വീട്ടിലൊരു നല്ല വിഷയം സംസാരിക്കുമ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പെരുമാറല്ലേ മോളെ? നിധി ചോദിക്കുന്നു, ഞാൻ പറയുന്നത് ആർക്കും എന്താ മനസ്സിലാകാത്തത്? നിങ്ങൾ എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയായിട്ട് വയ്യ. രാജീവ് പറയുന്നു,
പറയുന്നു, നിധി ഞാൻ പറഞ്ഞതല്ലേ മോളെ, കല്യാണം വരുമ്പോൾ പെൺകുട്ടികൾക്ക് ഇത്തിരി പേടിയൊക്കെ തോന്നും. അത് സാധാരണമാ. നിനക്ക് ഏതാണ് നല്ലതെന്ന് ആലോചിക്കാൻ ഞങ്ങൾ ഇത്രയും പേരില്ലേ. നിന്നെ മഹാറാണിയെ പോലെ നോക്കാൻ പോകുന്ന ഒരാളെയാ ഞങ്ങൾ ഏൽപ്പിക്കാൻ പോകുന്നത്. സമാധാനത്തോടെ ഇരിക്കെ, വെറുതെ ആവശ്യമില്ലാത്തത് ആലോചിച്ചു കൂട്ടല്ലേ. അച്ഛാ അതല്ലെന്ന് നിധി പറയുമ്പോൾ ഹേമ പറയുകയാണ്, നിധി നീ നിർത്തുന്നുണ്ടോ? നാളെ കല്യാണം കഴിയാൻ പോകുന്ന പെണ്ണല്ലേന്ന് കരുതി ഒന്നും സംസാരിക്കേണ്ടെന്ന് വിചാരിക്കുമ്പോൾ നീ അങ്ങ് തലയിൽ കയറുകയാണല്ലോ. ഇവിടെ ഉള്ളവരെ നിനക്ക് മോശമായിട്ട് വരുന്നതൊന്നും ആലോചിക്കില്ല, അതാദ്യം മനസ്സിലാക്ക്. രാജീവ് പറയുന്നു, നിധി കഴിക്കും മോളെ, കഴിക്കും നിധി എന്ന് സാന്ദ്ര പറയുമ്പോൾ ദേഷ്യത്തോടുകൂടി ഭക്ഷണം കഴിക്കുകയാണ് നിധി. രാജീവ് പറയുന്നു, അവൾ അച്ഛന്റെ നല്ല മോള അല്ലെ നിധി. ദേഷ്യത്തോടുകൂടി രാജീവിനെ ഒന്ന് നോക്കി ഭക്ഷണം മാറ്റി വെച്ചിട്ട് നിധി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. രാജീവ് അരുണും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുമ്പോൾ അവരെ നോക്കി പുഞ്ചിരിച്ചിട്ട് അവിടേക്ക് ഇരിക്കുകയാണ് ഹേമ. ദേഷ്യത്തോടുകൂടി നിധി പുറത്തേക്ക് വന്നിരിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്ന സുധീഷ് ഇത് കണ്ട് മനസ്സിൽ പറയുകയാണ്, ഇതെന്താ ഇവിടെ? അങ്ങനെ സുധീഷ് അരികിലേക്ക് ചെന്ന് അതേന്ന് പറയുമ്പോൾ നിധി ചോദിക്കുന്നത്, എന്താ? സുധീഷ് പറയുകയാണ്, രാത്രിയിൽ ഓട്ടോ ഒന്നും ഉണ്ടായിരിക്കില്ലായിരിക്കും അല്ലെ? അല്ല, വല്ലാത്ത വിശപ്പേ, കുറച്ച് മാറിയൊരു ഹോട്ടൽ കണ്ടായിരുന്നു, അത് അടയ്ക്കുന്നതിന് മുമ്പേ പോയി കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. നിധി ചോദിക്കുന്നു, ഇയാള് കഴിച്ചില്ലേ? ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഇപ്പൊ ഹോട്ടലൊക്കെ അടച്ചു കാണുമല്ലോ. സുധീഷ് പറയുന്നു, അയ്യോ അപ്പോ അത്താഴപ്പട്ടിണിയായോ? നിധി ചോദിക്കുന്നു, ഭക്ഷണം ഇവിടെ നിന്നും തന്നില്ലേ? സർവന്റ് ചോദിച്ചില്ലേ? സുധീഷ് പറയുന്നു, ചിലപ്പോ അകത്തെ തിരക്കിൽ മറന്നുപോയതായിരിക്കും. ഇത് കേട്ടുമൂളി നിധി അകത്തേക്കുമ്പോൾ സുധീഷ് പറയുന്നു, അല്ല ഞാനീ പോയോ? വിശപ്പ് സഹിക്കാനാകാതെ സുധീഷ് പറയുന്നു, എനിക്ക് വയ്യ. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സുധീഷിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. രാവിലെ നിധിയെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് സുധീഷ്. വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുന്ന നിധിയോട് സുധീഷ് പറയുന്നു, തനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നടക്കാൻ പോകുന്നില്ല. ആ മഹാശിവലിംഗമാണ് സത്യം. നിങ്ങളുടെ രജിസ്ട്രേഷനും നടക്കില്ല, കല്യാണവും നടക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, എന്റെ ഇഷ്ടം എന്റെ വീട്ടുകാർ നോക്കാറില്ല, പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ ഇഷ്ടത്തെ കുറിച്ച് ടെൻഷൻ ആകുന്നത്? ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ് സുധീഷ്. നിധിയും സുധീഷിനെ ശ്രദ്ധിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രാജീവിന്റെ വീട്ടിലേക്ക് വരികയാണ് സൂര്യ. നിധിക്ക് വിസ എടുക്കാനുള്ള ഡോക്യുമെന്റ്സുമായിട്ടാണ് സൂര്യ വന്നിരിക്കുന്നത്. നിധിയെ വിളിച്ച് തന്റെ അരികിലേക്ക് ഇരുത്തുകയാണ് രാജീവ്. സൂര്യ ഡോക്യുമെന്റ്സ് എടുക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, നിനക്ക് വിസ എടുക്കണ്ടേ? സൂര്യ അതിന് ഡോക്യുമെന്റ്സുമായിട്ട് വന്നതാ, എല്ലാത്തിലും ഒന്ന് സൈൻ ചെയ്യണം. ഇത് കേട്ട് നിധി വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ സൂര്യ ഡോക്യുമെന്റ്സ് നിധിയുടെ നേരെ നീട്ടുകയാണ്. അത് വാങ്ങാതെ ആലോചിച്ചിരിക്കുകയാണ് നിധി. സൂര്യ നിധിയെ ശ്രദ്ധിക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.